അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവർ ഓഫീസിലേക്കൊരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടി. അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായി അന്വേഷണം നടക്കട്ടെ. അതിൻ്റെ തുറന്നെന്താണോ വേണ്ടത് ആ നടപടി എടുക്കാവുന്നതാണ്. ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കാൻ പറ്റാത്ത ആളുകളാണ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം പറയുന്നത്. ആരെ പറ്റിയാണെന്ന് പറയുന്നത്? CPM-നെതിരെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കാൻ പറ്റാത്ത ആളുകളാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന കാര്യം പറയുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിലെ പാർട്ടിയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് CPM-നെ കുറിച്ച് പറയാൻ പറ്റുക? കേരളത്തിൽ CPIM ഏത് നിലയിലാണുള്ളത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? അപ്പം അതൊക്കെ വേറെ ആരെക്കുറിച്ചെങ്കിലും പറഞ്ഞായിരിക്കും, ഞങ്ങളെക്കുറിച്ചായിരിക്കില്ല. ഞങ്ങൾ കൂടുതൽ കരുത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും വ്യക്തമല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും ആളെക്കുറിച്ച് പറയാൻ താല്പര്യം ഉണ്ടാവുമായിരിക്കും, അങ്ങനെ പറഞ്ഞതായിരിക്കാനാണ് വഴി. കഴിഞ്ഞ 2 ദിവസമായി കള്ളവോട്ട് പരാതികൾ കൂടുതൽ പുറത്തു വരുന്നത്. ഇതിൽ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള, അതായത് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കർശനമായ നടപടികൾക്ക് പോകുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് സാധാരണ നിലക്ക് കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കും. അതവർ ചെയ്തുകൊള്ളും. നമ്മളതിൽ വല്ലാതെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രായമുള്ളവർക്ക് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആളെ അടുത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ എത്തുകയാണല്ലോ. അല്ല, പോളിംഗ് ബൂത്തിലേക്കല്ലല്ലോ അവരെത്തുന്നത്, പോളിംഗ് ബൂത്ത് വീട്ടിലേക്ക് എത്തുകയാണല്ലോ. അപ്പോൾ വീട്ടിലെത്തി ആ പ്രായമുള്ള ആൾ വോട്ട് ചെയ്യുന്നു. ഇതാണിപ്പോൾ സംഭവിക്കുന്നത്. അതിൽ ക്രമക്കേടുകൾ നടക്കാൻ പാടില്ല. ക്രമക്കേട് നടന്നാൽ കർക്കശമായ നടപടി കമ്മീഷൻ സ്വീകരിക്കുകയും വേണം. ഏതെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ ഒരു വാർത്ത കണ്ടല്ലോ, ഒരു കമലാക്ഷിയോ മറ്റോ, ഒരു വോട്ട് ചെയ്യേണ്ട കമലാക്ഷി വേറെ, വോട്ട് ചെയ്ത കമലാക്ഷി വേറെ. അത് വാർത്തയായിട്ട് വന്നല്ലോ. അതിൻ്റെ സസ്പെൻഷനും മറ്റു കാര്യങ്ങളുമൊക്കെ വന്നൊന്നും കണ്ടല്ലോ. അതാ കുന്നമംഗലത്തല്ലേ പറയും നിങ്ങൾ? അതിൻ്റെ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താ അത്ര തിരക്ക്? ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയും. നിങ്ങൾക്ക് എന്തിനാ അത്ര തിരക്ക്? അപ്പോൾ കമലാക്ഷി തന്നെ. പക്ഷേ കമലാക്ഷിയെ കണ്ടെത്തിയത് വേറൊരു കമലാക്ഷിയാണ്. ഇതാണ് നടക്കുന്നത്. അപ്പം ഫലപ്രദമായ നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങിയല്ലോ. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. മറ്റേ കുന്നമംഗലത്തും ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ എവിടെയൊക്കെയാണോ നടക്കുന്നത്, അത് സാധാരണഗതിയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് അതിൻ്റെ ഭദ്രത, സ്വകാര്യത എല്ലാം ഉറപ്പുവരുന്ന നടപടികളിലേക്ക് അവർ നീങ്ങും. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇത്തരം കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്നത്തെ നിലയിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. അവർ നല്ല ഫലപ്രദമായ നടപടി എടുക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ആ ചെല്ലുന്നയാൾ ഈ കമലാക്ഷിയെ മാറ്റി വേറെ കമലാക്ഷിയെ കൊണ്ട് വോട്ട് ചെയ്യിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുക. അപ്പോൾ ഏത് തെറ്റിനെയും അതേ രീതിയിൽ കാണുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു തെറ്റ് നല്ല പർവ്വതീകരിക്കുക, മറ്റൊരു തെറ്റ് കാണാതെ അത് എങ്ങനെയാണ് കൊടുക്കാതിരിക്കുക എന്ന് വെച്ച് ചെറിയൊരു ഭാഗം എവിടെയെങ്കിലും കൊടുക്കുക. ആ നിലയല്ല വേണ്ടത്. പർവ്വതീകരിക്കുകയാണെങ്കിൽ എല്ലാറ്റിനെയും പർവ്വതീകരിക്കുക, എല്ലാ തെറ്റിനെയും തെറ്റാണെന്ന് പറയുക. എല്ലാ തെറ്റിനെയും തെറ്റായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് നമ്മൾ എടുത്തു പോകേണ്ടത്. അതാണ് സർക്കാരിൻ്റെ സമീപനം. മറ്റ് മുഖ്യമന്ത്രിമാര് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചരണത്തിന് പോകുന്നുണ്ടെന്നും കേരള മുഖ്യമന്ത്രി മാത്രം പോകുന്നില്ല ആക്ഷേപം. അല്ല, അത് എന്നോടുള്ള താല്പര്യം കൊണ്ടല്ലേ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ഹംസ ഇപ്പോൾ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ചന്ദ്രിക അഴിമതി കേസുമായി ബന്ധപ്പെട്ട് EDയുടെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് മരണമുണ്ടായത്. ലീഗ് നേതൃത്വം കാര്യമായിട്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ആ ഒരു വാദം CM ശ്രദ്ധിച്ചിരുന്നു. എനിക്കതിനെപ്പറ്റി യാതൊന്നും അറിയില്ല.
CM രാഹുൽ ഗാന്ധിയുടെ ഒരു വിമർശനം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിന്റെ ചുവട് പിടിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധി പറയുകയാണ്, ഒരു വിമർശനം ഉന്നയിക്കുകയാണ്. BJPക്ക് ഒപ്പം ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി തന്റെ സഹോദരനെ ആക്രമിക്കുന്നതെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശം. ഏറ്റവും വലിയൊരു തമാശയാണ് ഈ പ്രിയങ്ക ഗാന്ധി വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച ആ ചോദ്യം. അത് വളരെ നല്ലൊരു ചോദ്യമായി കേരളം കാണുകയാണ്. കാരണം അവരാരാണ്, അവരുടെ ഭർത്താവ് ആരാണ്, ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട DLF എന്താണ്, അതുമായി ബന്ധപ്പെട്ട് കുറേ നാൾ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്, ആ ഘട്ടത്തിലുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് നീങ്ങിയത്, പിന്നെ 170 കോടി രൂപ എങ്ങനെ ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ BJPയുടെ കയ്യിലേക്ക് പോയി, അതെല്ലാം കഴിഞ്ഞപ്പോൾ ഹരിയാന സർക്കാർ ഇതിൽ യാതൊരു നിയമവിരുദ്ധ നടപടിയും ഇല്ല, നേരത്തെ പറഞ്ഞ ഭയങ്കര വഞ്ചന, റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ ഭയങ്കര വഞ്ചന അഴിമതിയൊക്കെ നടന്നിരിക്കുന്നതാണ്, പക്ഷേ ഒരു കുറ്റകരമായി ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അതെല്ലാം രാജ്യത്തിൻ്റെ മുന്നിലുള്ളതാണല്ലോ. അപ്പോൾ അറസ്റ്റ് വേണ്ടിയിരുന്നവർക്ക് നേരെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ അതിനുള്ള നന്ദി അവരോട് പറയാണ് വേണ്ടത്. അതിന് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയല്ല വേണ്ടത്, അത്രയും എനിക്ക് പറയാൻ വേണ്ടി. ഈ വടകരയിലെ വിഷയത്തിൽ പാർട്ടി മുന്നോട്ട് പോയോ? ശൈലജ വിഷയത്തിൽ ഇപ്പം അത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ല അതിന്റെ അന്വേഷണം അതിൽ വീഡിയോ ഇല്ല, വീഡിയോ ഇല്ല എന്ന് ടീച്ചറിന് പറഞ്ഞു. നേരത്തെ മോർഫ് ചെയ്ത വീഡിയോ ഉണ്ട്. എല്ലാം മോർഫ് ചെയ്ത ചിത്രത്തെ പറ്റിയാണ് അവർ പറഞ്ഞത്. ചിത്രം എന്ന് പറഞ്ഞപ്പോൾ അത് വീഡിയോ എന്ന് ചിത്രീകരിക്കേണ്ട കാര്യമില്ല, ചിത്രത്തെ പറ്റിയാണ് പറഞ്ഞത്. അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മോർഫ് ചെയ്ത ചിത്രം ആളെ തലവെട്ടിയിട്ട് വേറെ തലവെക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അതാണ് നടന്നത്. അതല്ലേ അങ്ങനെ തന്നെ പറഞ്ഞത്. അത് ഞങ്ങൾ വിട്ടാലും ജനങ്ങൾ വിടുമെന്ന് കരുതണ്ട കേട്ടോ. ഈ വടകരയിലെ ജനങ്ങളും വോട്ടർമാരും അതൊരു മുഖ്യ വിഷയമായിട്ട് എടുത്തിരിക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത എന്തെങ്കിലും പ്രവൃത്തി ആരെങ്കിലും നടത്തിയാൽ അത്തരം ആളുകൾക്ക് രക്ഷ കിട്ടുമെന്ന് കരുതണ്ട. സാംസ്കാരിക കേരളം അതൊന്നും അംഗീകരിക്കില്ല. നമ്മുടെ കുടുംബങ്ങളിലെ സംസ്കാരത്തിനും അത് ചേരുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ശക്തമായ വികാരം പൊതുവെ വടകരയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമല്ലേ, അത് സ്വാഭാവികമായിട്ട് നടക്കില്ലേ. CM കാസർഗോഡ് കാതിരാന്ന് പറയുന്നൊരു പ്രദേശം, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ഒരു വീഡിയോ LDF സ്ഥാനാർത്ഥിയുടെ ഒഫീഷ്യൽ പേജിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ പോകുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് കൂടിയൊക്കെ വാങ്ങിച്ച് അവരുടെ കയ്യിലുള്ള ചരക്ക് മുറിച്ച് പോകണം എന്ന സ്വഭാവത്തിൽ പ്രചരിക്കുന്നതാണ്. പിന്നീട് അത് സ്ഥാനാർത്ഥിയും ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എംഎൽഎയൊക്കെ അത് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ഇത്തരം പ്രദേശങ്ങളെ പോലും പ്രയാസപ്പെടുന്ന സ്വഭാവത്തെ വീഡിയോ ചെയ്യുന്നത് ശരിയാണ്. എനിക്കതിനെപ്പറ്റി യാതൊന്നും അറിയില്ല, അന്ന് അന്വേഷിക്കാതെ. കഴിഞ്ഞ ദിവസം ഒരു അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. സൈബർ അതുപോലെ സൈബർ രംഗത്തുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അതായത് മുഖ്യധാര മാധ്യമങ്ങൾ തമസ്കരിക്കുകയും വ്യാജപ്രചാരണം നടത്തുന്ന സമയത്ത് നവമാധ്യമങ്ങൾ ശക്തമായ അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ മാത്രമല്ല, കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന കാര്യം. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊരു വിഭാഗം എങ്ങനെയാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ തമസ്കരിക്കൽ ഒരു ഭാഗത്ത്, വക്രീകരിക്കൽ വേറൊരു ഭാഗത്ത്, തെറ്റായ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് വാർത്തകൾ കൊടുക്കൽ മറ്റൊരു ഭാഗത്ത്, എല്ലാം കൊണ്ടും എങ്ങനെയൊക്കെ എതിർക്കാൻ പറ്റുമെന്നത് അതും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു ഘട്ടം. ആ സമയത്ത് ഈ ഓരോന്നിനെയും പൊളിച്ചടുക്കി രംഗത്ത് വരുന്നത് ഈ നവമാധ്യമ രംഗത്തുള്ള നല്ലൊരു വിഭാഗമാണ്. നവമാധ്യമ രംഗത്ത് പല പ്രവണതക്കാരുണ്ട്. ആ എല്ലാ പ്രവണതക്കാരെയും കുറിച്ചുമല്ല ഞാൻ പറയുന്നത്. ഇത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തി അതിൻ്റെ കൃത്യമായ വശം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ നവമാധ്യമ രംഗത്തുള്ള ഒരു പറ്റം ആളുകൾ വളരെ മേന്മയേറിയ പ്രവർത്തനമാണ് നടത്തുന്നത്. ആ മികവേറിയ പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അതുകൊണ്ടാണ് അത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഇടയായത്. അവർ അഭിനന്ദനം അർഹിക്കുന്നവരാണ്. എല്ലാ ഘട്ടത്തിലും പൂർണ്ണമായ പിന്തുണയോടുകൂടി അവർ വരുന്നതിന് നന്ദിയുണ്ട് എന്നാണ് അതിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് പിന്നീടാകാം, ഇവിടെ നിർത്താം.
രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം വി.ഡി. സതീശനെ പരിഹസിക്കുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാക്പോരത്തിന്റെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. മുഖ്യമന്ത്രി വിശദമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.